ഹലോ മൈ ഗൈസ്. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ ആരും ചോദിച്ചിട്ടില്ല. എന്നാൽ ഞാനോട് പറയാണ്, നമ്മൾ എന്തിനാണ് വയനാട്ടിൽ വന്നു വെച്ചാൽ നമ്മളിപ്പോൾ വെറുതെ വയനാട് കാണാൻ വന്നല്ല. നമ്മൾ വയനാട് വന്നത് ഒരു പുതിയൊരു സംരംഭം ഉണ്ട്, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ തുടങ്ങണോ ഇതാക്കണോന്ന് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും കാണിക്കണത് ശരിക്കും ശരിയല്ല എന്നല്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ കണ്ണേർ നെസർ പറഞ്ഞൊരു സാധനം നട്ടു. നമ്മൾ എന്തെങ്കിലും തുടങ്ങണതിന്റെ മുമ്പ് ഇങ്ങനെ ആൾക്കാരായിട്ട് അറിയിപ്പിച്ചാൽ നല്ല രീതിക്ക് റെഡി ആയിട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ വ്ളോഗർ അല്ലേ, അപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. അപ്പോൾ ഒരു സംഗതി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ അഗ്രിമെന്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടും അതിന്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വയനാട്ടിൽ വന്നതാണ്. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. എന്നാൽ അപ്പം അതിന്റെ അഗ്രിമെന്റ് ആണ്, കോൺട്രാക്ട്, അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ന്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ്. ബ്ലോഗിൽ എന്താ ഉണ്ടാവാന്ന് അറിയില്ല. എന്തായാലും ഡെയിലി കണ്ടന്റ് ഇടുന്നുണ്ട്, എന്തെങ്കിലും എടുക്കുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് പോയേക്കാം ഗൈസ്. അങ്ങനെ അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. അതായത് അഗ്രിമെന്റ് ഇടാനേനു, അതായത് നമ്മൾ പാർട്ണറായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഇടാനേനു. അപ്പോൾ വക്കീലൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോന്നൊന്നും അറിയില്ല. ഒരു പരിപാടിയും ഇല്ല. ഞാൻ എന്തായാലും ബ്ലോഗ് അങ്ങോട്ട് എടുത്തേക്കണ്. ചിലപ്പെടൂല, അറിയൂല. ഇനി എന്തായാലും കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ. അതുകൊണ്ടാണ് വീട്ടിൽ പോയേക്കട്ടെ, എന്തായാലും കിട്ടും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കി. വീണ്ടും ബ്ലോക്ക് നമ്മൾ ചുരം ഇറങ്ങാണ്, വയനാട് ചുരം ഇറങ്ങാണ്. അപ്പൊ ഇനിയൊരു നവംബർക്കൽ നമുക്കൊരു ഇഷാക്കാക്കാം അല്ലേ, അത് നടക്കും. ഈത്തപ്പായം വാങ്ങിക്കണം ഭാഗ്യത്തിന്. ഗൈസ്, നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിക്കണേ. നമ്മളെ പൂക്കീശ്വര പറഞ്ഞ സാബു ബാക്കിൽ കടന്നുറങ്ങാണ്. ഓന് ഒരു നൂഡിൽസ് ഉണ്ട്. ഓൻ അങ്ങനത്തെ നൂഡിൽസ്, അങ്ങനത്തെ ഒരു പൂക്കി ഐറ്റംസ് തിന്നുന്ന ഒരാളാണ്. അപ്പോൾ ബുൾഡോക്ക് എന്ന് പറഞ്ഞ എന്തോ ഒരു നൂഡിൽസ് ഉണ്ട് ഇത്രേ. ഓനെ അന്ന് ഞങ്ങള് പുറത്തു പോയപ്പോൾ വാങ്ങി കൊടുക്കുന്നതാണ്. അപ്പോൾ ഓനെ തിന്നിട്ട് ഓനെ അതിന്റെ ഇങ്ങനെ അടിപൊളിയാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോയിട്ട് നെസ്റ്റോന്ന് നെസ്റ്റോ കിട്ടോ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങും. ഓനൊരു പറമാനിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു വ്ളോഗ് ആക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മള് മറ്റേ ബുൾഡോക്ക് പറഞ്ഞ എന്തോ നൂഡിൽസ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്മിക്ക് വന്നിക്കാണ്. ഞാൻ ഈ സാധനം ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്നുമല്ല. അങ്ങനെ കൊറിയൻ നൂഡിൽസ്, പോക്കി അങ്ങനത്തെ സാധനമൊന്നുമല്ല. പോക്കിയല്ല, അങ്ങനത്തെ ഒരു മൈൻഡൊന്നും അല്ല ഞാൻ. എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല. ഞാൻ അങ്ങനത്തെ സിനിമ അങ്ങനത്തെ ഒന്നും കാണില്ല. ഒക്കെ അതിൻ്റെ ആള് പൂക്കിയ സാബാണ്, മൂത്രയിക്കാൻ വയ്ക്കുക. അപ്പോൾ ഇന്ന് അത് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസ്മിക്ക് വന്നിട്ടുണ്ട്. ഇനി പെങ്ങളെ കുട്ടികൾ ഓളോടെ കാത്തുക്കുണ്ട്. ഞോലൊക്കെ എടുത്തിട്ട് വേണം. നാളെ ഒരു ഷൂട്ടുണ്ട് നമുക്ക്. അപ്പോൾ പെങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓലൊന്ന് പോയി എടുത്തോണ്ടും വേണം. എന്നാൽ അപ്പോൾ നമുക്ക് കയറി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബുൾഡോക്ക് വാങ്ങാൻ വന്നിട്ട് ബിസ്മിക്കാണ് വന്നിട്ടുണ്ട്. ഇവിടെ ബുൾഡോക്ക് ഇല്ലല്ലോ. ബിസ്മിയിൽ ഒന്നും ഇല്ലേ? എവിടെ? ഇതാണോ ബുൾഡോക്ക്? ഒരു ഓനോന്റെ പെരയ്ക്ക് കയറിയ മാതിരി എന്തോ എടുത്തച്ച മാതിരി വന്നിട്ട് ഇവിടെ ഉണ്ടാവൂല. മാഗി ഉള്ളു മുത്തേ. ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉസ്ബെക്കിസ്ഥാനില്ല, ചൈനീസ് മാത്രമേ. അങ്ങനെ നമ്മള് ബിസ്മിൽ പോയിട്ട് നമുക്ക് ബുൾഡക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾക്ക് വിളിച്ചു നോക്കുമ്പോൾ ഓള് പറഞ്ഞ ഇവിടെ അജ്ഫാനിൽ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഇനി നമ്മള് അജ്ഫാനിക്ക് പോയോക്കാണ്. കിട്ടിയില്ല. ഓളെ നാലുമണ്ണ അടിച്ചു വളാഞ്ചേരിക്ക് ഞാൻ വരും. അപ്പൊ വിളിക്കാം നമ്മള്. അതെ, അപ്പൊ ആ ഗ്യാപ്പിൽ വിളിച്ച ഫോൺ എടുക്കൂലേ? എടുക്കുവോ? ഞാൻ വിളിക്കലില്ല, ആവശ്യമില്ലല്ലോ. ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അതുകൊണ്ടല്ല. എന്നാ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം നമുക്ക് അല്ലേ? അല്ലേ അതെ, കണ്ടോട്ടെ. അതന്നെ വൈറ്റ് അയ്യവാ. അങ്ങനെ നമ്മള് തരുന്ന സാധനം കിട്ടിക്കണ്. റെഡ് ഇല്ലാത്ത മതി, കുട്ടികളിലാണ്. എന്നാ 2 രൂപ എടുത്താൽ മതിയാ. ഇത് നല്ല സ്പൈസി ആണ്. നമുക്ക് സ്പൈസി പറഞ്ഞിട്ട് 2 കുറേ ഉണ്ടാവും. നമുക്ക് ചിലപ്പം പാളിട്ടാ, പാളി എടുക്കരുത്. കിട്ടി. അങ്ങനെ അജ്ഫാന് പോയിങ്ങാണ്ട് നമ്മള് അയ്യോ ബുൾഡക്ക് വാങ്ങിക്കണേ. ഇനി ഇത് പോയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളെ കുട്ടികളെ ഒക്കെ എടുക്കാണ്ട് ഇനി കേട്ടോ. ഓലൊക്കെ അവിടെ മാറ്റിക്കുന്നുണ്ട്. നാളെ അപ്പൊ നമുക്ക് പോവാ. നൂഡിൽസ് ഉണ്ടാക്കാൻ റെഡി ആണോ? ഇതൊക്കെ എനിക്ക് നൂഡിൽസ് ഇഷ്ടമാണോ? ഇതെന്താ ദുബായിന്ന് പറഞ്ഞ നൂഡിൽസാ? ദുബായിന്ന് പറഞ്ഞതാ. ഇതെന്റെ മുന്നൂർക്കോട് എന്ന് പറയുന്നത് കുറ്റിക്കോട്ടത്തെ ഇപ്പിയല്ല. എവിടെ ടൗസർ പിന്നിട്ടില്ല ഓന്. ടൗസർ ഇടാതെ വന്നിക്കണോ ഓര്? ടൗസർ ഇടാ പോയിട്ട് ഇന്റെ ഒരു വീഡിയോ തന്നെ അടിച്ച് പോയിക്കണ ടൗസർ ഇടാൻ. എന്നാ പറ, എന്തായാലും പറഞ്ഞ ഹലോ പറ. ടൗസർ ഇട്ടാ പോയിട്ട് അനക്കൊരു സാധനം കൊണ്ട് നിൽക്കണം. നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? നൂഡിൽസ് ഉണ്ടാക്കണ്ടേ നമുക്ക്? നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? ആർ യു റെഡി? റെഡി ആണോ? നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? തിന്നണോ? അതിന് ടൗസർ ഇട്ട് കൊടുത്താണ്. അല്ല, ഗിംബൽ എടുക്കട്ടെ.
നമ്മൾ പുതിയ ഗിംബൽ ഓർഡർ ചെയ്തിക്കണേ. അപ്പൊ നമ്മള് ഇനി ഫുൾ ആയിട്ട് യൂട്യൂബിക്ക് മാറാൻ പോയി. നമ്മൾ യൂട്യൂബിക്ക് മാറേണ്ടതുകൊണ്ട് കുറെ അധികം സാധനങ്ങൾ വാങ്ങിക്കണേ നമ്മള്. ഡിജെന്റെ നോക്കട്ടെ, ആമസോണിനെ നമ്പാൻ പറ്റൂലേ. ആ ഇതെന്നല്ല ഇതൊന്നും വന്നത്. ഇതൊന്ന് പിടിച്ചാ ലൈറ്റോ നിക്ക് ഞാൻ അതൊന്ന് തുറക്കട്ടെ. അപ്പൊ നമുക്ക് പുതിയൊരു സാധനം കൂടി വന്നിക്കണം കേട്ടോ. നമ്മളിനി യൂട്യൂബിൽ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഗിംബൽ വേണം, അല്ലെങ്കിൽ ഷെയ്ക്ക് ആവും, നമ്മളെ വീഡിയോസൊക്കെ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ഓരോ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടി ഗൈസ്. അങ്ങനെ നമ്മള് പുതിയ ഗിംബൽ വന്നിക്കണേ. ഇത് നിൽക്കട്ടാ, കൈയല്ല കൂറ ഗുളികണേ. അത് മറ്റേ കൂറ ഗുളികല്ലേ. അത് മൈക്ക് വേണോ എനിക്ക്? മൈക്ക് വേണോ? ഒരു മാറ്റിക്ക അത് കൊടുത്തോ എനിക്ക്. ഓൻ പിടിച്ചോ. വർത്താനം പറയട്ടെ. അതില് കളിച്ചാലോ അല്ല ഇതിമ കുടിച്ച് വർത്താനം പറയണം. പറഞ്ഞോ ഹലോ പറ. ആരെ കുട്ടിയാ? ആരെ കുട്ടിയാ? ആരെ കുട്ടിയാ? തുപ്പലാക്കല്ലേ. ആരെ കുട്ടിയാ? ആരെ കുട്ടിയാ? ഇത് നമ്മളെ വേശ്യാർത്ഥിയാണ്. വേശ്യാർത്ഥി നമ്മളെ സ്വന്തം ആൾക്കാരാണ്. ഇത് നമ്മളെ അടുക്കളയാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിനി? ആ ഓൾക്ക് വിളിച്ചോളൂ. ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് വിളിച്ചും ചെയ്യാലോ അല്ലേ? എന്ന് വിളിച്ചോ. അത് കുടിച്ചോ. ചപ്പാണോ? ആ അതെന്താ ഷിതു ഇറങ്ങി. അതിനെ വിളിച്ചാ നമുക്ക്. ഷിതു അപ്പുറത്താ നീച്ചോ? ഷിതു മെല്ലെ നൂഡിൽസ് വേണോ? പാടായി തല്ലല്ലേ തല്ല. നമുക്ക് കാട്ടണോക്കാം. ഓനെ നീപ്പിച്ച സിധു ട്രൗസർ ഇട്ടിട്ടില്ലേ? നീപ്പിച്ച നൂഡിൽസ് വേണ്ട. നൂഡിൽസ് വേണ്ട. ഇതെന്താ കയ്യുമൊക്കെ ചോത്തിക്കണേ? എന്താണ് നൂഡിൽസ് വേണ്ടേ ബ്രോ? എന്നാ ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ എന്താ വേണ്ടിട്ട് കുട്ടിക്ക്? എന്താ വേണ്ടേ? നമ്മൾക്ക് ഇനി ആദ്യം വേണ്ടത് വെള്ളമാണ്. വെള്ളമല്ലേ വേണ്ടേ? ഷെഫിള്ള പറ. ഈ കപ്പാണോ ചോദിച്ചോക്ക? പച്ച കപ്പ് ഓൾക്ക് എങ്ങനെ കാണാനാ പൊട്ട? ആദ്യം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. 2 കപ്പ്. നിങ്ങൾ എന്താ ഉണ്ടാക്കണേ? ഇതോ? ഇത് ബുൾഡോക്ക്. അത് മുറിച്ചൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഗൈസ്. നമ്മളെ പെരയിലെ ലോക്കൽ അടുപ്പാണ്. അടുപ്പ്. അതെന്തിനാ? ഇതെന്തിനാ? ഇതെങ്ങനെ ഫസ്റ്റ് എഗ്ഗടാ? ആ വണ്ടി ഓഫാക്കി. ഇതിൽ ഒച്ച കേൾക്കൂല. വള്ള തളിച്ചിട്ടുണ്ട്. ഓക്കെ. എഗ്ഗ് പുഴുങ്ങിയിട്ട് എങ്ങനെയാ? അയക്കിടല്ലേ ചെയ്യാ? പൊട്ടിച്ചിടല്ലേ ചെയ്യാ? എന്താ 2 വർത്താനം പറഞ്ഞാണി. അന്നെ കൂട്ടാതെ വീഡിയോ എടുത്തിട്ടേ അന്നെ കൂട്ടാതെ വീഡിയോ എടുത്തിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അന്നെ കൂട്ടാൻ പറയുന്നുണ്ട്. എന്റെ ഫാൻസേ അന്നെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കാനേ. ആ അപ്പൊ ഇജ്ജ് എന്നെ കാണണ്ട. ഞാൻ നല്ല വയനാട് പോയില്ലേ? അപ്പൊ എന്നെ കണ്ടില്ലല്ലോ. അപ്പൊ എന്റെ ഫാൻസ് ഇല്ലേ? ഫാൻസ് പോലെ എന്നെ കൂട്ടി വീഡിയോ എടുക്കാൻ പറഞ്ഞേക്ക. ആ ഒന്നും മനസ്സിലാവണില്ലല്ലോ എനിക്ക്. ഫാൻസ് ഉണ്ടേ? ഉണ്ടോ? പൊട്ടന്റെ പോയാ ബട്ടർ ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവും. ഇത് ഞങ്ങളെ ലോക്കൽ പരിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കി തരാം. നിങ്ങൾ ഇതുമൊക്കെ വെക്കോ? ഇത് തിളക്കാൻ നല്ല ടൈം എടുക്കും. നിങ്ങൾ എന്താ ഉണ്ടാക്കണേ? എന്താണ്? എന്തൊക്കെ നിക്കന്നെ പറയാൻ അറിയണില്ല. നോമ്പ് വെച്ചിട്ടാണേ. എവിടുക്കാ? ഹലോ ബ്രോ, എവിടുക്കാണ്? വണ്ടി എവിടുക്ക പോണേ? അതിന് ബ്രേക്കൗട്ട് വണ്ടി വിട് പോട്ടെ. അപ്പൊ നമുക്ക് ആ വെള്ളം തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം അല്ലേ?
അതെ ഇതിവിടെ കിട്ടൂല. ഞങ്ങൾ കുറെ തരണം അജിഫാൻ ബിസ്മിലൊക്കെ കുറെ തരണം, പക്ഷെ കിട്ടിയില്ല. അജിഫാൻ കിട്ടി. ആ പറ ബ്രോ, എന്തൊക്കെ എന്താണ് ബ്രോ? ഏതാ ചാവി കാട്ടിക്ക വെച്ചോ? പാവടാ, അവൾ അങ്ങനെ ചെയ്യൂലടാ. ഇറ്റിയോസിന്റെ ചാവിയോ? അത് അത്ര തിളപ്പ് പോരാ, നല്ല തിളക്കണം. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പ് കൊണ്ടേ ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് നോക്കാം. ഓ ഗൈസ്, ഇത് നമ്മളെ നോർമൽ മാഗി പോലല്ല, ഒന്നും കൂടി കട്ടിണ്ടല്ലേ. ഒരു പാത്രം എടുക്കട്ടെ, വീഡിയോ ഒക്കെ എടുക്കണല്ലേ. ഇവല് നമ്മള് വല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ മരുന്ന് ഇതൊന്നും കാണിച്ചു കൊടുത്താ കൊറേ ആൾക്കാർ വന്നിക്കണേ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം, പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സോസ് ഉണ്ട്, പിന്നെ എന്തോ ഫ്ലേക്സോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇത് സംഗതി പാള് മക്കളെ, പുതിയതായിട്ട് ഉണ്ടാക്കാണ്. ഇതിങ്ങനെ തിന്നണല്ല, ഞാൻ ഉണ്ടാക്കിട്ട് തരാം കേട്ടോ. അപ്പൊ നമ്മള് വെള്ളം തളിച്ചിക്കണ്. ഇനി ഇതൊക്കെ എന്താണ്ട്, ഇനി നമ്മൾക്ക് ഇത് എടുക്കേണ്ടത് നൂഡിൽസ് ആണ്. അല്ല നൂഡിൽസ് ഇട്ടു. ഞാൻ പറയുമ്പോഴേ നമുക്കൊന്നും ഉണ്ടാക്കാം, അതാ നല്ലേ. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും തിന്നൂന്ന് തോന്നില്ല. കാരണം അതിന്റെ ഫോട്ടോ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുണ്ട്, അമ്മാരി ഏരിയാന്നാ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തിളക്കട്ടെ. ഫാൻ ഇട്ടാലോ, നല്ല ചൂടില്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഒരു AC വെക്കും. സപ്പോർട്ട് ചെയ്യണം. എന്താ കൊച്ചിമുളിയൊക്കെ കേക്കുന്നുണ്ട്. അത് കുറച്ച് കമ്മി കൂട്ടിയാണ്. നമ്മളെ നൂഡിൽസ് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് എപ്പത്തിനാവുന്നൊക്കെ ഒരു കൊടുത്തല്ല. ഇത് എത്ര നേരം തിളപ്പിച്ചിട്ടുണ്ടായി ചോദിച്ചോക്കാം. ഇത് നമ്മളെ സാധാ ഇപ്പിന്റെ പോലെ കേട്ടോ, നല്ല കട്ടിയുള്ള നൂഡിൽസ് ആണ്. നിങ്ങള് കണ്ടോ ഗൈസ്, ഇന്നെ വളരാൻ സമ്മതിക്കണില്ല എന്റെ പെരക്കാര്. ഇത് കിട്ടുന്നുണ്ടോ? ഇന്നെ പെരക്കാര് വളരാൻ സമ്മതിക്കണില്ല. ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല. ഇമ്മ ലൈറ്റ് ഇടി, ആ കിടി. ഇതൊക്കെ ഇവിടുത്തെ ലൈറ്റ് അല്ലേ? അല്ല, പുറത്തേക്കുള്ള ഏതാളൊക്കെ എടുക്കണുള്ളൂ. അതൊക്കെ അവിടുത്തെ അല്ലേ? എന്താ അവിടുത്തെയാണ്. ഇതൊന്നും അവിടുത്തല്ല. ഇട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല, ഞൊക്കെ എടുത്തു പോയി. ആയിക്കോട്ടെ. എന്തേലും പറഞ്ഞ എന്തേലും പറയാൻ. എനിക്ക് നൂഡിൽസ് ഇഷ്ടാണോ? ഇഷ്ടാ? കാര്യം പറ. നല്ല ഇഷ്ടാ? പാട്. വാവനെ പറ്റിയൊരു പാട്ട് പാടിക്കാം. വാവന ഇഷ്ടാണോ? എന്നൊക്കെ ഒരു മടിക്ക. ഓനക്കും കൊടുക്ക്, സാസിക്കും കൊടുക്ക്. നീ സാസി ഒരു മാറ്റിക്ക. ഓക്കെ, വിടാതെ ഇളക്കി കൊടുക്കുന്നു. വേണ്ട, വെറുതെ ഓരോന്ന് കച്ചുന്നിട്ടാണ്. എന്താ നിങ്ങൾ തല്ലുവിടുവോ? ഒരു കണ്ടിട്ട് വരുമോ? എന്താ വേണ്ടേ? ഇതേതാ മോഡല്? അതിന്റെ മുമ്പ് ഏതാ മോഡൽ? ഇതേതാ മോഡല്? ഏതാണ് ലിപ്സ്റ്റിക്ക്? ഓളെ ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാൻ വന്നിക്കാണ്. ഓളൊരു പ്രമാണിച്ച് വന്നിട്ട് എന്നാ കാണിച്ചു കൊടുക്ക്. ഇത് എങ്ങനെ ഇട്ട് കൊടുക്ക? കാണിച്ചു കൊടുക്ക്. നോ കത്തി പറ്റൂല. കത്തി പറ്റൂല കേട്ടാ. എന്നാ ഇതെടുത്തോ, ഇതെടുത്തോ, അടുത്തട്ടാ. മണ്ടനെ പറ്റിക്ക. അപ്പൊ നമ്മള് അതിനാ ഒഴിവാക്കി. അയ്യോ, ബുൾസൈ പൊട്ടി. പാളി. യോക്ക് പൊട്ടിയല്ല, ആദ്യം തന്നെ പൊട്ടിക്കണേ.
ഇതെങ്ങനെ പാളിക്കഴിഞ്ഞാൽ ഇവ ലൊക്കേഷൻ ഒന്ന് പോവാണ്ട് പറയാം. അതെ വളാഞ്ചേരിക്ക് ഒരു വരവാണ് വരും. ഓളെ PG പോയിട്ടുള്ള അവിടെ എന്തിനാ കാര്യണേ എന്തിനാ കാര്യണേ എന്തിനാ കാര്യണേ എന്തിനാ നിന്റെ കുറ്റിക്കാരിന്റെ പശുവിന് എന്റെ വേണ്ടേ എന്താണ് എന്താണ് എന്റെ കുട്ടി എന്തിനാ കാര്യണേ എന്തിനാ കാര്യണേ എന്താണ് കരഞ്ഞു ഓക്കെ ആയില്ലേ സെറ്റ് ആയില്ലേ ഇനി പോയിക്കട്ടാ അല്ല മുട്ട എന്ത് എന്ത് സോസോ ഫ്ലേക്കോ അത് പാളോടാ അത് പാളും ഉറപ്പാ പാളും ഞാൻ പറയാ മക്കളെ കേൾക്കാത്തല്ലോ അടി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം പ്ലേറ്റ് ചെയ്യാം അയ്യോ അപ്പൊ നല്ലൊരു പ്ലേറ്റ് ഒന്നുമില്ല വ്ളോഗറെ പേരിൽ നല്ല പ്ലേറ്റ് ഇല്ല എന്താണ് എന്താണ് ഗൈസ് കണ്ടോ ഇന്നെ വളരാൻ സമ്മതിക്കുന്നില്ല അവര് ബൗളിലോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇതന്നെ ഭാഗ്യം ഗൈസ് നിക്ക് അതിനാ ക്ലീൻ ആക്കിക്കോളാം ഓ ഗൈസ് അപ്പൊ നമ്മളെ ഇതങ്ങനെ റെഡി ആക്കിട എല്ലാരും വരി വരി വരൂ ഗൈസ് വരൂ വാ കമോൺ ഇന്ത്യ ഇവിടെ വരും നൂഡിൽസ് വേണ്ടവർ വരിക നൂഡിൽസ് റെഡി ബെൻകോ പോയടാ എന്നാ വാ ഇങ്ങോട്ട് വാ എന്നാ വരൂ ഗൈസ് ഇത് പക്ഷെ നല്ല ചൂടാടാ നിങ്ങൾക്ക് ചൂടാണ് ആർക്കാ ഫസ്റ്റ് പഠിച്ചോ ഇനി എന്താ ചെയ്യാ ആകെ പൊട്ടു ആർക്കാ ഫസ്റ്റ് കൊടുക്കുക എന്നാ ഫസ്റ്റ് പെൻ കൊടുത്താലോ ഫസ്റ്റ് പെൻ തലെടുക്ക് എരിയുണ്ടോ 5 പൈസക്കില്ല എന്ത് പറഞ്ഞ 5 പൈസക്കില്ല സത്യമായിട്ടും 5 പൈസക്കില്ല പാളി ഇനി ഞാൻ പറയുമ്പോഴേ ചെക്കന്മാർക്ക് ഓരോ സ്പൂണാണ് കൊടുക്കും ഗൈസ് നമ്മൾ ഓരോരുത്തർ തൊള്ളി കൊടുത്ത അവിടെ പക്ഷാഭേദമാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഓരോരുത്തർക്ക് ഓരോ സ്പൂണാണ് കൊടുക്കുക നിങ്ങൾ തിന്നോളി സുശീലി വാ സുശീലി അനക്ക് വേണ്ടേ നൂഡിൽസ് വേണ്ടേ സാബു തിന്ന് എന്താണ് ബ്രോ രസമുണ്ടോ എന്താ സാമാനൊക്കെ പൊത്തി പിടിച്ചിക്കണ എന്താ രസമുണ്ടോ രസമുണ്ടോ സാസില് രസമുണ്ടോ രസമുണ്ടോ ഇങ്ങനെ ആവാൻ സാധ്യത നമുക്ക് മൊത്തം പാളിയതാണോ എന്താണ് ചെക്കൻ ഞാനത് കാണിക്കണില്ല ചിലപ്പോ വീഡിയോ അടിച്ചു പോകും യൂട്യൂബിൽ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ചെക്കൻ മൂത്രയിച്ച് നിക്ക് മുറിച്ച് കളിക്കാം മുറിശിയ അവിടെ ചെക്കൻ പാത്തി ഗൈസ് അങ്ങനെ പണി പാളിക്കണ് കാരണം ഞാൻ ശ്രദ്ധിച്ച എങ്ങനെയാണെന്നറിയോ ഓൻ്റെ സാധനത്തുമൊക്കെയല്ല ഞാൻ നോക്കി ഓൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മനസ്സിലായി എക്സ്പ്രഷൻ മാറിയ കണ്ടപ്പോൾ മനസ്സിലായി എന്താ പ്രശ്നം ബ്രോ എന്താ പ്രശ്നം ചീച്ച വെച്ചില്ല ചീച്ച വെച്ചോ അതെന്താ ആവോ വെള്ളം പോയോ
എന്നാ മാറ്റിക്കോ എന്നാ കുഴപ്പമൊന്നുമില്ല ഇവൻ കാര്യം എത്ര വീഡിയോ പോയിക്കണി തന്നെ മൂത്രം കേക്കിട്ട് വാട്ടോ മൂത്രം കേക്കിട്ട് വാ വരുന്നില്ലേ നീ വയ്ക്കില്ല എന്നാ പറഞ്ഞേ ജിന്നെ വിൽക്കാണ് ഞാൻ അടുത്തല്ല എങ്ങനെയുണ്ട് കാഴ്ച എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് വാവ ഉണ്ടാക്കിയ സാധനം കണ്ടോ ഓരോരുത്തർ പറയും രസമുണ്ടോ എങ്ങനെയുണ്ട് രസമുണ്ടോ സൂപ്പറായോ അപ്പോൾ ഗൈസ് എല്ലാവർക്കും പറ്റിക്കണ് ഞാൻ ഈ നാളെ മുതൽ ഷെഫ് പിള്ളാവും ഗൈസ് ഒരു കാര്യം ആദ്യം തന്നെ പറയാണ്ട് ഈ വീഡിയോ പെട്ടെന്ന് അതായത് എനിക്ക് ഇന്ന് ഒരു വീഡിയോ എടുക്കാനില്ല പറഞ്ഞാൽ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന വീഡിയോയിനു അപ്പോൾ പെട്ടെന്നാണ് ഇവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞേന് അങ്ങനെ എന്തോ ഒരു മാഗിൻ്റെ ഈ ബുൾഡോക്കിൻ്റെ കാര്യം പറഞ്ഞേ ഷിഫ് വിളിച്ചാ ഏതോ കുറേ പെണ്ണുങ്ങളുണ്ടായിട്ട് നമുക്കറിയില്ലല്ലോ ഇല്ലൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ ആക്കിയതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പെരൻ്റെ ഉള്ളിൽ ആകെ ഒച്ചയും വിളി ഇതിൽ എത്ര സൗണ്ട് കേട്ടിക്കണോ ഒന്നും അറിയില്ല ആ വരുന്നു ടൗസർ ഇടാതെ ടൗസർ ഇട്ടെടുക്ക് ചെറുക്ക ടൗസർ ഇട് പോയി ടൗസർ ഇട് വണ്ടിക്കോ ഗൈസ് ടൗസർ ഇതാണ് വന്നിട്ട് ബാവേ വിളിച്ചിട്ട് ഗൈസ് എങ്ങനെയുണ്ട് രസമുണ്ടോ ചെക്കന്മാർക്ക് പറ്റിക്കണേ അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ ഉള്ളൂ തന്നെ കാരണം എന്താ വെച്ചാൽ ഇത് എത്രത്തോളം റെഡി ആയിക്കും നമുക്ക് ഒരു പിടുത്തമില്ല കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയൊരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പോൾ ഇടും കാരണം എന്താ വെച്ചാൽ വെറുതെ കച്ചറ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിലയിരുത്തും ഓൻ്റെ വീഡിയോയിലൊന്നുമില്ല അങ്ങനെ ഒരു അല്ലെങ്കിലും ഇല്ല വേറെ കാര്യം മൂത്രത്തിരിക്കല്ലേ അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ടി ഇടാത്തത് പിന്നെ ലെങ്ത്ത് കൂട്ടാതെ എന്താ വെച്ചാൽ കുറേ ലെങ്ത്ത് ആകുമ്പോൾ ആൾക്കാർക്ക് ചടക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടുന്നതാണ് അല്ലെങ്കിൽ ചടക്കുണ്ടാവും നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും അതുപോലെ ചെയ്യേണ്ട കണ്ടന്റുകളൊക്കെ കമൻറ്റ് ചെയ്യും ഓക്കെ താങ്ക് യു ബാക്കി നാളെ റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുക്കണേ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ അവനൊരു AC വെക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ ഞാൻ ഒരു പുതിയൊരു AC വെക്കും വീട് സെൻട്രലൈസ്ഡ് AC ആക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീടൊക്കെ ഒന്ന് സെൻട്രലൈസ്ഡ് AC ആക്കണം ഓക്കെ കണ്ടന്റ് തരണം ഓക്കെ അതേപോലെ ടൗസർ ഇടാതെ വരലല്ല കണ്ടന്റ് ഓക്കെ വീഡിയോ അയച്ചിട്ട് യൂട്യൂബ് അടിച്ച് കളയരുത് ടൗസർ ഇടാതെ കൊല കട്ടി വന്നിട്ട് അതിന്റെ അല്ലേ പോയി ഇന്റതാ പോയത് ഓന്റെ കാണിച്ചിട്ട് ഇന്റതാ പോയി യൂട്യൂബ് അപ്പൊ ഗൈസ് എന്നാലും അങ്ങനെ കേട്ടോ ഓക്കെ ബൈ